ഈ സുന്നി വിഭാഗങ്ങൾ അവര് വിശ്വാസികളല്ല എന്നുള്ളതാണ് ഈ സലഫികൾ പോലെയുള്ള അവാന്തര വിഭാഗങ്ങളുടെ കാഴ്ചപ്പാട്. അവര് മുശ്രിക്കാണ്, അഥവാ സത്യനിഷേധികളാണ്, അവര് മുസ്ലിം അല്ല എന്നുള്ളതാണ്. സത്യത്തിൽ ഈ ജവാദ് മുസ്തഫാവി എന്ന് പറയുന്ന മുസ്ലിയാരും അയാൾ പ്രതിനിധാനം ചെയ്യുന്ന സമസ്ത വിഭാഗങ്ങളുമാണ് ഇസ്ലാമിലെ അവാന്തര വിഭാഗങ്ങൾ എന്ന് എനിക്ക് പറയേണ്ടി വരും. ഇത് ഞാൻ കേവലം ഉന്നയിക്കുന്ന ഒരാരോപണമല്ല, കേവലം സലഫി ഉന്നയിക്കുന്ന ആരോപണമല്ല. സലഫി കൂടാരത്തിൽ നിന്ന് ആലോചിച്ച് ഇസ്ലാമിനെ എങ്ങനെ തകർക്കാം എന്ന ചിന്തയിൽ നിന്നുണ്ടായ അവസാന ആശയങ്ങളാണ് ഇതൊക്കെയും. അല്ലാതെ സലഫി മാത്രം സ്വന്തം ആലോചിച്ചുണ്ടാക്കിയ ഒരു വിഷയം അല്ല. ഇനി എന്ത് പറയുന്നു നോക്കാം. മറിച്ച് ഞാനതിന് കൃത്യമായ നിലക്ക് തെളിവുകൾ പറയാം. അപ്പോൾ സുനിത ദേവദാസിനും അത് കൃത്യമായ നിലക്ക് മനസ്സിലാവും. മൗലവി, അപ്പോൾ സുനിത ദേവദാസിന് മാത്രമല്ല, ബുദ്ധിയുള്ള ആർക്കും കാര്യം മനസ്സിലാകും. ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം, വഹാബികൾ സലഫികൾ ലോകത്ത് തീവ്രവാദം പഠിപ്പിക്കുന്നവരാണെന്നും അതുപോലെ കേരളത്തിലെ സ്വഹാബത്തിൽ നിന്ന് ദീന് പഠിച്ച പരമ്പരാഗത മുസ്ലിമീങ്ങളെ ശിഥിലീകരിച്ചവരാണെന്നും ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കികളാണ് നിങ്ങളെന്നും സുനിത ദേവദാസിന് മാത്രമല്ല എല്ലാ ആളുകൾക്കും, ബുദ്ധിയുള്ള കേവല ചരിത്രബോധമുള്ള ആർക്കും മനസ്സിലാകുന്ന യാഥാർത്ഥ്യമാണ്. പിന്നെ നിങ്ങൾ മുമ്പ് പറഞ്ഞല്ലോ മദ്രസയുടെ ധാർമ്മികതയൊക്കെ, ഓത്തുപള്ളികളിൽ നിന്നല്ലേ മദ്രസയിലേക്ക് നിങ്ങൾ എത്തിയത്. ഇപ്പൊ പാരമ്പര്യം, ഇപ്പൊ നിങ്ങൾ ആവശ്യമുള്ളിടത്ത് നിങ്ങൾ പാരമ്പര്യം പറയും. ഇവിടെ എന്തുകൊണ്ട് പാരമ്പര്യം ചിന്തിക്കുന്നില്ല സലഫി? എന്തുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും അവിടുത്തെ അനുചരന്മാരുമൊക്കെ വിശ്വസിക്കാത്ത, അതല്ലെങ്കിൽ അവരുടെ ചര്യയ്ക്ക് വിരുദ്ധമായ, ഇസ്ലാമിക പൈതൃകത്തിനും പാരമ്പര്യത്തിനും എതിരായ വിരുദ്ധമായ പല വിശ്വാസ കാര്യങ്ങളും ആചാരങ്ങളുമൊക്കെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത് ഈ ജവാദ് മുസ്തഫാവിയും അദ്ദേഹത്തിന്റെ സംഘടനക്കാരുമാണ്. നിഷേധിക്കാൻ കഴിയുമോ? അത് വിറ്റായി പാരമ്പര്യത്തിൽ വിശ്വാസമില്ലാത്ത സലഫികൾ ഇപ്പൊ പാരമ്പര്യം പറയാം. ഇരിക്കട്ടെ, ഏതായാലും ജവാദ് മുസ്ലിയാരും അദ്ദേഹത്തിന്റെ സംഘടനക്കാരും വന്നതിന് ശേഷമാണ് ഇവിടെ എല്ലാ ഖുറാഫാത്തും ഉണ്ടായത്. അതുവരെ പാരമ്പര്യം കേരളത്തിൽ സലഫികളായിരുന്നു ഉണ്ടായിരുന്നത്, മുജാഹിദായിരുന്നു. ഇവിടെ നിങ്ങളിങ്ങനെ ഫത്തുൽ മൊയ്ൻ ഇവിടെ ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ പിന്നെ പൊന്നാനി മഖ്ദൂമികൾ ഉണ്ടായിരുന്നു, മമ്പൂർന്നങ്ങൾ ഉണ്ടായിരുന്നു, ഉമർ ഖാദി ഉണ്ടായിരുന്നു, കറാമത്തിൻ്റെ ഒരുപാട് കറാമത്ത് കാട്ടി ഇവരൊക്കെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ വാദിക്കാൻ പാടില്ല. കേരളത്തിൻ്റെ ചരിത്രം നിങ്ങൾ വായിക്കരുത്, അതല്ല നിങ്ങൾ തെറ്റായിരിക്കും നിങ്ങളെ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് അറിയാൻ കഴിയുക. ഞങ്ങൾ പറയുന്ന അങ്ങോട്ട് കേട്ടോളുക. ഇവിടെ സലഫികളായിരുന്നു, സലഫി പാരമ്പര്യമായിരുന്നു ഉണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തിൽ അഥവാ സ്വഹാബത്തിൽ നിന്ന് ദീന് പഠിച്ച കേരളത്തിൽ 920 ശേഷം നിങ്ങൾ ഇവിടെ 900 ശേഷം ഇവിടെ ഖുതുബ മലയാളത്തിൽ കൊണ്ടുവന്നത് എന്ന് പറയാൻ പാടില്ല. അത് നിങ്ങൾ പറയരുത്, ചരിത്രങ്ങൾ വായിക്കരുത്. അതേസമയം ഇവിടെ അങ്ങനെ മൊത്തത്തിൽ ഖുതുബ മലയാളത്തിലായിരുന്നു. സഹാബത്ത് വരുമ്പം തന്നെ മലയാളം പഠിച്ചു വന്നിട്ട് ഇവിടെ മലയാളം ഇനിപ്പോട്ടെ സഹാബത്തിൻ്റെ ശേഷമുള്ള ആളുകൾ മലയാളത്തിലാണ്. മൊത്തം കേരളത്തിലെ എല്ലാ മഹലും അതുകൊണ്ടാണ് ഇപ്പോൾ എന്ത് ചെയ്തത്, ഖുതുബ മലയാളത്തിലായത്. മലയാളത്തിൽ തന്നെയാണോ ഇവിടെ ഉള്ളത്? പിന്നെ നിങ്ങൾ കുറച്ച് ആളുകൾ വന്നിട്ട് ഇവിടെ അറബിയിൽ ഓതണം എന്ന് പറഞ്ഞാൽ ആരാ ഇവിടെ സമ്മതിക്കുക? അപ്പോൾ പാരമ്പര്യം മലയാളമാണ്. അതുകൊണ്ട് ബാങ്കും കൂടെ മലയാളത്തിൽ, ഞങ്ങൾ ശരിക്കും പാരമ്പര്യം മലയാളത്തിൽ ആണ്ടതാ എന്തോ അങ്ങ് മാറിപ്പോയതാണ് ഞങ്ങളെ വാദം. അപ്പോൾ എന്താണ് സലഫി, നിങ്ങൾ ആരോടാ ഇതൊക്കെ പറയണത്? നിങ്ങൾക്ക് സുഖമില്ലേ? വളരെ ലളിതമായ രണ്ട് ഉദാഹരണങ്ങൾ എന്റെ സംസാരം കേൾക്കുന്ന മുസ്ലിങ്ങൾക്കും അമുസ്ലിമീങ്ങൾക്കും ഒക്കെ വളരെ ലളിതമായി മനസ്സിലാക്കാൻ കഴിയുന്ന രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം. വളരെ ലളിതമായ രണ്ട് ഉദാഹരണങ്ങൾ അദ്ദേഹം പറയും. മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഇദ്ദേഹം പറയുന്നത് മനസ്സിലാക്കാൻ പറ്റും. നമുക്കൊന്ന് കേട്ടു നോക്കാം. ബുദ്ധിയുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലാവും കാര്യങ്ങൾ. നോക്കാം. ഒന്നാമത്തെ ഉദാഹരണം, ഇസ്ലാമിക വിശ്വാസപ്രകാരം ഈ ലോകം നിയന്ത്രിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല, അതായത് അള്ളാഹു പ്രപഞ്ച സൃഷ്ടാവ് മാത്രമാണ് എന്നാണ് ഇസ്ലാമിക വിശ്വാസം പഠിപ്പിക്കുന്നത്. അതിൽ വേറെ ഒരാൾക്കും ആ അധികാരം നൽകിയിട്ടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ഈ ലോകം നിയന്ത്രിക്കാനുള്ള അധികാരം അള്ളാഹു നൽകിയിട്ടില്ല. അങ്ങനെ ആർക്കെങ്കിലും നൽകുകയായിരുന്നെങ്കിൽ മുഹമ്മദ് നബിക്ക് നൽകുമായിരുന്നു, അദ്ദേഹത്തിന് ശേഷമുള്ള ഖലീഫമാർക്ക് നൽകുമായിരുന്നു. പക്ഷേ ഈ ലോകം നിയന്ത്രിക്കുക എന്നത് ഒരാളെയും ഏൽപ്പിച്ചിട്ടില്ല. അപ്പോൾ പല കാര്യങ്ങളും ഇപ്പോൾ പാരമ്പര്യമൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് സലഫികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അഥവാ ഉമർ റളിയല്ലാഹു അൻഹു 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചതിൻ്റെ പേരിൽ ഉമർ റളിയല്ലാഹു അൻഹു ദീനിൽ ഇല്ലാത്ത കാര്യം കടത്തിക്കൂട്ടിയവരാണ് ആളാണ് ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പ്രസംഗിച്ച ആളുകളായി വരും. എന്നിട്ട് ഇപ്പോൾ സ്വഹാബത്തിൻ്റെ അനുചരന്മാർ എന്ന് പറയാൻ, മുത്തുനബിയുടെ അനുചരന്മാരെ കുറിച്ച് പറയാൻ, ഇവർക്ക് മുമ്പ് ഇവർ മദ്രസയുടെ വിഷയം പറഞ്ഞതുപോലെ ഇവർക്ക് എന്ത് ധാർമ്മികതയാണുള്ളത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ ഇവർ പാരമ്പര്യമൊക്കെ ഇപ്പോൾ പഠിച്ചു വരുന്നുണ്ട്, ഇസ്ലാമിക പാരമ്പര്യത്തിനെതിരായി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ മുമ്പ് ഇവർ പാരമ്പര്യത്തെ എതിർത്തിരുന്ന ആളുകളാണ്. ഇരിക്കട്ടെ, അടുത്ത ഇയാളുടെ ഡയലോഗ് കേൾക്കാം. എന്നാൽ ഈ ജവാദ് മുസ്തഫാവിയും പ്രത്യേകിച്ച് AP വിഭാഗം സമസ്തക്കാരുമൊക്കെ ഇവിടെ വിശ്വസിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും എന്താണ്, കോഴിക്കോട് ജില്ലയിലെ മടവൂർ എന്ന ഗ്രാമത്തിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ചു മരണപ്പെട്ടു പോയ CM മടവൂർ എന്ന് പറയുന്ന വ്യക്തി, ആ ഒരു വ്യക്തിയാണ് ഈ ലോകം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പച്ചക്ക് പ്രസംഗിക്കുന്ന ആളുകളാണ് ഈ മുസ്ലിയാർ പ്രതിനിധാനം ചെയ്യുന്ന ആളുകളും. ഈ CM മടവൂർ ശരിക്കും ജനിക്കുന്നത് തന്നെ 1929 ജനിക്കുന്നത്. അങ്ങനെ ഈ CM മടവൂരാണ് ലോകം മൊത്തം നിയന്ത്രിക്കുന്നത് എന്ന് നിരന്തരമായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇവരുടെ കൂട്ടത്തിലെ വലിയ മുസ്ലിയാക്കന്മാരും ചെറിയ മുസ്ലിയാക്കന്മാരും. ഈ മണ്ടത്തരം ഇത് ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കാത്ത കാര്യമാണ്. അങ്ങനെയാണ് പിന്നെ CM മടവൂർ ലോകം നിയന്ത്രിക്കുന്നു. അപ്പോൾ നിയന്ത്രണം ആർക്കും കൊടുത്തിട്ടില്ല, അള്ളാഹു തന്നെയാണ് നിയന്ത്രിക്കുന്നത് എന്നുള്ള രൂപമാണ്. അപ്പോൾ നിങ്ങൾ CM വരുന്ന നിയന്ത്രിക്കുന്നു എന്ന് പറയരുത്, ശിർക്കാണ്.
അതുപോലെ ബദരീങ്ങളെ നിയന്ത്രിക്കുന്നു എന്ന് പറയുന്നത് ശിർക്കാണ്. എന്താ മൗലവി, നിങ്ങൾ ഈ ഡിക്ഷണറി മാത്രം വായിച്ച് ഓതി പഠിച്ചാലുള്ള പ്രശ്നം അത്. ഫൽ മുദബ്ബിറാത്തി അംറാ, ശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവർ തന്നെ സത്യം. അപ്പം നിയന്ത്രിക്കുന്നവൻ എന്നല്ല പറഞ്ഞത്. അപ്പം കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവനല്ല, നിയന്ത്രിക്കുന്നവരാണ്. അപ്പോൾ അള്ളാഹ് സത്യമായിട്ട് പറയുകയാണ്. അപ്പോൾ ആരാണത്? അത് ഇമാം റാസി റളിയല്ലാഹു ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അവിടുത്തെ കിതാബിൽ പറഞ്ഞു. അതുകൊണ്ട് ഉദ്ദേശം ആരാണ്? ഔലിയാക്കളുടെ അർവാഹുകളാണ്. എന്താ മൗലവി, എന്താ നിങ്ങൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്? നിങ്ങളാണ് പാരമ്പര്യമൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് സലഫികൾ. പാരമ്പര്യത്തിലേക്ക് എതിരായവർ. പാരമ്പര്യത്തിലായിരുന്നു നിങ്ങളെങ്കിൽ സുന്നിസത്തിൽ നിന്ന് നിങ്ങൾ പോകുമായിരുന്നോ? സുന്നത്തിൽ നിന്ന് വ്യതിചലിക്കുമായിരുന്നോ? 1900 വരെ ഒരേ വിശ്വാസധാരയിലായിരുന്ന മുസ്ലിം ഉമ്മത്തിനെ, കേരളീയ മുസ്ലിം ഉമ്മത്തിനെ ശിഥിലീകരിച്ച് ഇവിടുത്തെ അഥവാ ബ്രിട്ടീഷുകാരുടെ ഷൂനക്കികളായ നിങ്ങളാണോ പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ചും ഇസ്ലാമിക ധാർമ്മികതയെക്കുറിച്ചും പറയാൻ വരുന്നത്? ആരെയാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്? കേരളത്തെയോ ഉത്ബുദ്ധരായ കേരള ജനതയോ? മദ്രസ പ്രസ്ഥാനം തുടങ്ങി നിങ്ങൾക്ക് എന്നിട്ട് ഇപ്പോൾ എത്ര ഉണ്ട്? 1200 മദ്രസ കൂടുതലുണ്ടോ കോയ? എത്ര മദ്രസ? 2 സമസ്തക്കാർക്ക് എത്ര ഉണ്ട്? 20,000-ഓളം. എന്തുകൊണ്ടാ നിങ്ങളിവിടെ വന്നത്? എന്തുകൊണ്ടാണ്? അതുവരെയുള്ള പാരമ്പര്യം തകർത്തത് നിങ്ങളാ. അതുവരെ മഹാന്മാരെ വിളിക്കുന്നതിൽ ആർക്കും തർക്കമില്ല. അവർക്ക് അള്ളാഹു കൊടുത്ത കഴിവ് തന്നെയാണ് അവരുടെ വിശ്വാസം. അല്ലാതെ അഭൗതികം എന്നൊന്നുമില്ല. കാരണം മഹാന്മാർക്ക് അള്ളാഹു ആ രീതിയിൽ കഴിവ് കൊടുത്തു കഴിഞ്ഞു. ഇനി ഡോക്ടറോട് ചോദിക്കുകയാണെങ്കിലും ഏത് സഹായമാണെങ്കിലും അത് അള്ളാഹുവിൽ നിന്നുള്ള സഹായം തന്നെയാണ് എന്ന് തന്നെയാണ് സുന്നികളുടെ വിശ്വാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പിടി മണ്ണ് വാരി എറിഞ്ഞതിനെക്കുറിച്ച് ഖുർആൻ പറയാണ്. ഖുർആൻ കളവ് ആകാൻ പാടില്ലല്ലോ, കളവ് പറയൂലല്ലോ. അപ്പോൾ ഖുർആൻ പറയാണ്, നബിയെ അങ്ങ് എറിഞ്ഞപ്പോൾ അങ്ങല്ല എറിഞ്ഞത്, നാമാണ് എറിഞ്ഞത്. ഏത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കൈ കൊണ്ട് ഒരു പിടി മണൽ വാരി എറിഞ്ഞതിനെക്കുറിച്ച് ഖുർആൻ പറയാം, നബിയെ അങ്ങ് എറിഞ്ഞിട്ടില്ല കളവാ. ഖുർആൻ കളവാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? എല്ലാ കഴിവും അള്ളാഹുവിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായം തേടിയാലും, ഇനി സലഫിനോട് സലഫി ആ കക്കൂസ് ഒന്ന് വൃത്തിയാക്കി എന്ന് പറഞ്ഞാലും അതിൻ്റെ അർത്ഥം എന്താണ്? ആ കക്കൂസ് വൃത്തിയാക്കി തരുന്ന താങ്കളുടെ സഹായം അത് അള്ള കഴിവ് തന്നതുകൊണ്ടുള്ള സഹായമാണ്. അതുപോലെ മഹാന്മാരോട് ഞങ്ങൾ സഹായം തേടുമ്പോഴുള്ള സഹായം അത് അള്ളാഹു അവരെ ബഹുമാനിച്ച് കഴിവ് കൊടുത്ത സഹായമാണ്. മനസ്സിലായോ? അതിന് അള്ളാഹുവിലേക്ക് അടുത്ത ആളുകളെ മനസ്സിലാക്കാനും പരിശുദ്ധമായ ദീന് പഠിക്കാനും തയ്യാറാകണം. പാരമ്പര്യം വേണം സലഫി. പാരമ്പര്യം, നിങ്ങളാ പറഞ്ഞ പാരമ്പര്യം ഉണ്ടല്ലോ, ലൗലൽ ഇസ്നാദു ലഖാല മൻ ശാഅ മാ ശാ. പാരമ്പര്യമില്ലെങ്കിൽ തോന്നിയ ആളുകൾ, അഥവാ നിങ്ങളെപ്പോലെയുള്ള തോന്നിയ ആളുകൾ, മുമ്പ് സക്കരിയ സ്വലായി ഷിർക്ക് എന്ന് പറഞ്ഞു വിശ്വസിച്ച് കഴിഞ്ഞാൽ ഷിർക്കാകുമെന്ന് പറഞ്ഞു. സിഹർ ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ ഷിർക്കാകുമെന്ന് പറഞ്ഞു. പിന്നെ അത് മാറ്റി പറഞ്ഞു. അങ്ങനെ നിങ്ങളെ പൂർവികരെല്ലാം മാറ്റി പറഞ്ഞു. സലഫികൾ ഇതുപോലെ നിങ്ങൾ തോന്നിയത് വിളിച്ചു പറയും. പാരമ്പര്യം ഇല്ലെങ്കിൽ തോന്നിയ ആളുകൾ തോന്നിയത് വിളിച്ചു പറയും. സുന്നികൾ അന്നും ഇന്നും എന്നും ഒരേ വിശ്വാസധാരയിലാണ് മൗലവി.